ഹായ് മകളെ, ഒരുപാട് ദിവസങ്ങളിലെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും കാലം എന്ത് പഠിച്ചു എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്കിനി മുന്നിലുള്ളത്. ഈ വരുന്ന അല്ലെങ്കിൽ നാളെ രാവിലെ കൃത്യം 9 മണി മുതൽ അല്ലെങ്കിൽ ഒരു 9:45 മുതൽ നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ടുണ്ടാകും. നിങ്ങളുടെ കയ്യിലേക്ക് ആ ചോദ്യപേപ്പർ കിട്ടുന്ന രംഗമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ ചോദ്യപേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് പോവുക. പറ്റുന്ന ആളുകൾ അത്രയും ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ വെക്കുക എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. കാരണം വെള്ളം ഇടയ്ക്കൊക്കെ കുടിക്കുന്നത് നിങ്ങളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക. ഇതൊന്നും വലിയൊരു സംഭവമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. കാരണം നിങ്ങൾ അത്രയധികം പഠിച്ചു പോയ കുട്ടികളാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. സോ ഇത്രയധികം പഠിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്വാഭാവികമുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പരീക്ഷയോട് അടുപ്പിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ അങ്ങ് പോയിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്നാൽ മതി. അപ്പം ഈ വരുന്ന സെക്കൻഡ് ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ അടിപൊളിയാക്കുക. 2 എക്സാമുകൾ ഉള്ളത് നിങ്ങളെ ശാരീരികമായി ഒരുപക്ഷെ നിങ്ങളെ ബാധിക്കും, പക്ഷേ മാനസികമായി നിങ്ങളെ തളർത്തരുത്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പോലത്തെ എക്സാമുകൾ വരാൻ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. സാറേ നാളേക്ക് 2 ടഫുള്ള സബ്ജക്റ്റ് ആണ്, പക്ഷേ എങ്ങനെയാണ് ഞാനത് ക്രാക്ക് ചെയ്യാനൊക്കെ തോന്നലുകൾ നിങ്ങൾക്കുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾ ലൈവ് ക്ലാസ്സുകളും ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. പറ്റുന്നത്രയും ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഒരുപാട് സമയമൊന്നും നിങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ക്ലാസ്സുകൾ കാണരുത്. പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്ക് 2 ലൈവുകളൊക്കെ ഉള്ള 2 എക്സാമുകളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഒരുപാടൊന്നും രാത്രി വൈകിട്ട് എന്താക്കരുത്, ക്ലാസ് കണ്ടിരിക്കരുത്. ഒരു 11 മണി 11:30 ആകുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം, ക്ലാസ്സുകളൊക്കെ അവസാനിപ്പിച്ചൊന്ന് ഉറങ്ങണം. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക. ഒരു 12 മണിക്ക് ഉറങ്ങിയാൽ നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക്, കുറച്ച് 6 മണിക്ക് എഴുന്നേൽക്കാം, ഇനി 5:30 എഴുന്നേൽക്കാം. ഒരു 11:30 ആകുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അപ്പോൾ എന്താണെങ്കിലും ഒരു 5 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉറങ്ങുക. അത് എല്ലാ ദിവസവും ഉറങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുപ്പിച്ച് 4 ദിവസവും നല്ല 2 എക്സാമുകളാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ വൈകിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാം നേരത്തെ കാണുക. ഇനി ലേറ്റായിട്ട് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. തിരിച്ചും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഐഡിയ പോലെ ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഉറങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ റെക്കോർഡ് വീഡിയോകളായിട്ടും ലൈവുകളായിട്ടൊക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും. നിങ്ങളുടെ ശരീരം കൂടി നിങ്ങൾ ബോധർ ചെയ്യണം. കാരണം ക്ഷീണിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നല്ല മികച്ചൊരു സമയം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഏത് സമയത്ത് ഉറങ്ങണം, ഏത് സമയത്ത് എഴുന്നേൽക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു 4 ദിവസത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം പറ്റുന്നത്രയും വേഗത്തിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നതാണ്. പറ്റുന്നത്രയും നല്ല നല്ല ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. സോ 2 എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ റിസ്ക് നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യാൻ. സോ ഒന്നും നോക്കണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടാവും. ഇനിയുള്ള തലേ ദിവസത്തെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിവിഷനാണ്. നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിവിഷനാണ്, അല്ലാതെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം വന്നുകൊണ്ടൊന്ന് റിവൈസ് ചെയ്യുക. ആ ചോദ്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എഴുതി ഏറ്റവും മികച്ചൊരു മോഡൽ എക്സാം ആവട്ടെ ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.